ഹലോ. അങ്ങനെ നമ്മുടെ രാവിലെ എണീച്ചു, എല്ലാവരും കുളിച്ചൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇത്രയുണ്ട്. അതേ സൂര്യനൊക്കെ വന്ന് നല്ല പോലെ വെട്ടം വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂട്ടി ഇതായിരിക്കുന്നു. പിന്നെന്താ, എന്തുണ്ടെന്ന് ചോദിച്ചേ? അത് മാത്രമേ ഉള്ളൂ? കടി മതിയോ അതോ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇഡ്ഡലിയോ? ഇല്ല ഇല്ല. ആ എന്ത് ചുട്ട് കാണാം. സാധാ ദോശ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ദോശ വലിയ ദോശ, അപ്പുറത്തെ ചമ്മന്തി മാക്കം അഴിച്ച് കഴിക്കുന്നു. ചായയുണ്ട്, ദോശ, ഇഡ്ഡലി. പിന്നെ ഞങ്ങൾ നേരെ പളനിയിലേക്ക് കയറി. പക്ഷേ ഒരു പ്രത്യേക അറിയിപ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം നമ്മളൊന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് ഈ തലമുണ്ടനം ചെയ്യുന്നത്. അപ്പം അവിടെ വേണ്ടവർക്ക് ഓരോരുത്തരുടെ അടുത്ത് പോയിരുന്ന് തലമുണ്ടനം ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. എന്താണെന്ന് വെച്ചാൽ മൊബൈൽ ഫോൺസ് ആർ നോട്ട് അലൗഡ്. എന്താണ് എല്ലാവരും തിരിച്ച് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെയാണ് മൊബൈൽ ഫോൺ സൂക്ഷിപ്പ് കേന്ദ്രമുണ്ട്. ഒരു ഫോണിന് 5 രൂപ നിരക്കിൽ നമുക്കവിടെ വെക്കാം. അങ്ങനെ പോയി തിരിച്ച് തൊഴുതൊക്കെ വരിക. സോ വന്ന പോലെയല്ല, ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നു. ലഗേജ് കൂടുതലാണ്. അപ്പുറം വണ്ടി എടുത്തിട്ട് എത്രയാണെന്ന് ചോദിക്കുക. ആരുടെ ആര് ചെണ്ടക്കോലുണ്ടോ? കോല് തരുവാടാ? ചിലപ്പോൾ നമ്മളെ ചരിഞ്ഞിരിക്കുവാണെങ്കിലോ? യാത്ര ചെയ്തു വരുന്ന ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ലോങ് ട്രിപ്പുകളൊക്കെ നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലും നല്ല സ്ഥലമൊക്കെ കാണുവാണെങ്കിൽ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുക. കണ്ടോ, നമ്മുടെ നായ്ക്കുട്ടി വരാണ്ട് ചൂടായതുകൊണ്ട് ആ വെള്ളം കിടന്ന സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയാണ് അവൻ. അപ്പോൾ നമ്മൾ നിർത്തിയതൊരു വലിയ പുളിമരത്തിൻ്റെ ചോട്ടിലാണ്. അപ്പോൾ നിറയെ പുളിയുണ്ട്. പുളി സീസണാണെന്ന് തോന്നുന്നു അവിടെ. പക്ഷേ ഞാൻ താഴെ കിടന്നൊരു നല്ല പുളി എടുത്തിട്ടുണ്ട്. നല്ല പുളിയും അതുപോലെ നല്ല ചെറിയ മധുരമുണ്ട്. പക്വറ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പുറകുവശത്തോടെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ മുരിങ്ങയില്ലേ, മുരിങ്ങ ഇങ്ങനെ ഷോർട്ടായിട്ട് നിർത്തിയേക്കുക. ചെറിയതാണ്, അത് കുറേയൊക്കെ കായ്ച്ചിട്ടുണ്ട്, പൂത്ത് കായൊക്കെ വന്നിട്ടുണ്ട്. ആ പുളിമരത്തിൻ്റെ ചുട്ടിലാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോകണം. പക്ഷേ മഴ വരുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് വെച്ചേക്കുന്ന ഈ ലഗേജ് ഇല്ലേ, നമ്മുടെ ടേപ്പ് റെക്കോർഡർ, അതിങ്ങനെ 2 സൈഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കെട്ടി വെക്കണം, ഒരു ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതല്ലേ നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിപ്പോവും. അപ്പോൾ അത് പോകാതെ എങ്ങനെ നമുക്ക് കെട്ടി വെക്കാം, അതൊക്കെയായിരുന്നു നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ആ പെട്രോൾ അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു കയറൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പം അത് കെട്ടുന്ന തിരക്കിലാണ് പക്രു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ മാത്രമല്ല കേട്ടോ, ഒരു സൈഡിൽ കൂടി ഞാൻ ഹെൽപ്പും ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യമായിട്ട് കെട്ടി. കാരണം ഇനി വേറെ സപ്പോർട്ടിംഗ് ഒന്നുമില്ല, നമുക്ക് ആ ഫ്രണ്ടിൽ തന്നെ വെക്കുകയും വേണം. അങ്ങനെ നമ്മൾ അവിടുത്തെ റെസ്റ്റിങ് കഴിഞ്ഞു. ഒരു 45 മിനിറ്റ്സൊക്കെ നമ്മളവിടെ റെസ്റ്റ് എടുത്തു എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും ഹൈവേയിലേക്ക് കയറി ഞങ്ങൾ പോട്ടെ. ആദ്യത്തെ മഴ, അതിനുള്ള കോട്ടും. നമ്മുടെ യാത്രയിൽ നമുക്ക് ഇടയ്ക്കൊക്കെ തടസ്സമായിട്ട് നിന്നത് ഈ ഒരു മഴ മാത്രമായിരുന്നു. അതായത് ഈ മഴ വരുമ്പോൾ നമ്മൾ നിർത്തണം, ഈ കോട്ടെടുത്തിടണം. നിങ്ങൾക്ക് കാണാൻ പറ്റും മഴ ചാറുന്നതേ ഉള്ളൂ. അതിന് മുമ്പ് നമ്മളൊക്കെ എടുത്തിടണം. കാരണം നമ്മുടെ ബാഗൊക്കെ നനയും. അല്ലെങ്കിൽ അതെടുത്തിടുക അത് നല്ല ഒരു ഇതല്ല, എനിക്കിഷ്ടപ്പെടുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത്. നല്ല ചൂടായിരിക്കും അതിട്ട് കഴിഞ്ഞാൽ. ഇത് നോക്കി, ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും മഴ തോന്നും. വീണ്ടും അത് ഊരി വെക്കുക, പിന്നെ യാത്ര തുടങ്ങുക. അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ ഓടിച്ചു. കാരണം പക്രുവാണ് കൂടുതൽ നേരം, ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നേരം വണ്ടി ഓടിച്ചത് പക്രുവായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ അവനൊന്ന് റെസ്റ്റ് വേണമെന്ന് പറയുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ഓടിക്കാറ്. ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവനോട് ഓടിക്കണോ എന്നൊക്കെ ചോദിക്കണ്ടേ. പക്ഷേ അവൻ എപ്പോഴാണോ റെസ്റ്റ് വേണ്ടുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും നിർത്തി റെസ്റ്റ് എടുക്കും. അതല്ല ഞാൻ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കാലാവസ്ഥയാണെന്നൊക്കെ ഞങ്ങളങ്ങ് വണ്ടി വിട്ട് പോവുക ചെയ്യാറ്. അടുത്തത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു എവിടെയെങ്കിലും കരിക്കുകയാണോ എങ്കിൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് കുറച്ച് കരിക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാം, കുറച്ച് എനർജി കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ കണ്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാം ഫ്രഷ് ആണെന്ന് തോന്നും, പക്ഷേ തോന്നുന്നത് മാത്രമല്ല ഫ്രഷാണ് കേട്ടോ. പക്ഷേ ഈച്ചയാണ് എല്ലായിടത്തും ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ആ പുള്ളിക്കാരോട് പറഞ്ഞിട്ട് കരിക്ക് എടുത്തു. ഞാൻ വിചാരിച്ചു അതിനകത്ത് മറ്റേ കാമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. കാമ്പൊക്കെ കുറവായിരുന്നു. പക്ഷേ വെള്ളം കുഴപ്പമില്ലാത്ത വെള്ളം. ഞങ്ങളുടെ കൂടെ കരിക്ക് വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ച് കുറേ നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത്. കാരണം അവിടെ നിൽക്കുമ്പോൾ മഴ ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവരുടെ കടയ്ക്കകത്ത് കയറി കുറേ നേരം അങ്ങനെ നിന്നു. കാമ്പുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അതിനകത്ത് ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ച്. അപ്പോൾ പുള്ളിക്കാരൻ എടുക്കുമ്പോഴേ പറഞ്ഞത് അതിനകത്ത് കുറവായിരിക്കും. ഞാൻ പറഞ്ഞു എന്തായാലും വെട്ട്, ഉള്ളത് കഴിക്കാം. കാരണം എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതിനെന്തോന്ന് പറഞ്ഞ് മനസ്സിലാക്കൂടത്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഓടി വന്നതിന് ശേഷം ഞങ്ങൾ കണ്ട ഒരു വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ, ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ആളൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ നമ്മുടെ ബാഗൊക്കെ ഇറക്കി വെച്ചു. നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. നമ്മൾ യാത്ര തിരിക്കുകയാണ്. ഒന്ന് ഉറങ്ങി എണീച്ചു, യാത്ര തിരിക്കുകയാണ്. ബാഗെടുത്ത് ഓൾറെഡി വണ്ടി കയറി. ഇപ്പോൾ ഒരു പാട്ടിട്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ. நிறைய கப்பு கிடக்கு. എടുക്കോടാ രണ്ടും കൂടെ എനിക്ക്. നല്ലതാണ്. எதுக்கு அவன் காக்கா பிடிக்கிறேன். ചായ ഇവിടെ തന്നെ കേട്ടോ, ഏതായാലും എടുത്തോ.